ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനങ്ങൾ ഇപ്പോൾ എന്നിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് വചനങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഓരോ ദൈവത്തിൻ്റെ വചനങ്ങളും അതേപടി ദൈവത്തിൻ്റെ വചനങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ്. അതിലൊരു മായവും ചേർക്കുന്നില്ല. കൃത്യമായി ദൈവത്തിൻ്റെ വചനങ്ങൾ ഞാൻ ദൈവത്തോട് വചനം വായിക്കുമ്പോൾ ദൈവം എനിക്ക് തരുന്ന ആലോചനകളെ ഞാൻ നിങ്ങൾക്കായി അറിയിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ മനസ്സിനകത്ത് എവിടെയെങ്കിലും ടച്ച് ചെയ്യുകയാണെങ്കിൽ, ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആ വചനങ്ങൾ കമൻ്റ് ഇടുക മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇപ്പോൾ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം 66-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവത്തെ ധ്യാനിക്കുന്നവരാണ്. പക്ഷേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം, നമ്മുടെ ഹൃദയത്തിൽ അകൃത്യം ഉണ്ടെങ്കിൽ, അകൃത്യം വച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാനിരുന്നാൽ, കപടം വച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനിരുന്നാൽ, പാവങ്ങൾ വച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനിരുന്നാൽ നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം കേൾക്കുകയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം അല്ലെങ്കിൽ വഞ്ചന അല്ലെങ്കിൽ കപടം ഇതൊക്കെ വച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനിരുന്നാൽ നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം കേൾക്കുകയില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നാം നീതിമാന്മാരായിരിക്കുക, പാപത്തെ വിട്ടൊഴിയുക എന്നാണ് ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ അനുഗ്രഹം ലഭിക്കാത്തതിൻ്റെ കാരണം എന്താ? എപ്പോഴും മനസ്സിനകത്ത് ഭാരം. എന്നെ കേൾക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കാനിരുന്നാൽ എപ്പോഴും മനസ്സിനകത്ത് ഭാരങ്ങളും പ്രയാസങ്ങളും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭാരങ്ങൾ മാത്രം വച്ചുകൊണ്ട്, ഭാരങ്ങളും അകൃത്യങ്ങളും വച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കരുത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഗുണമില്ലാത്ത പ്രാർത്ഥനയാണ്. വചനം പഠിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ആണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതും ദൈവത്തെ ആരാധിക്കേണ്ടതും. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതി കഴിക്കുന്നത് പോലെ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. ഒരു നല്ലൊരു ആഭരണം പണിതെടുക്കണമെങ്കിൽ ആ ആഭരണം അതുപോലെ നമുക്ക് കിട്ടുകയില്ല. അതിനെ പണി ചെയ്ത്, അതിനെ തീയിലിട്ട്, അത് നല്ലപോലെ പണി ചെയ്ത് അതിനെ ഉരുക്കി അതിനകത്തുള്ള സകല അഴുക്കും കരടും കളഞ്ഞ ശേഷമാണ് നല്ലൊരു ഉരുപ്പടി നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ദൈവം നമ്മളെ പലവിധമാവുന്ന ശോധനയിൽ കൂടിയും പ്രയാസത്തിൽ കൂടിയും കടത്തിവിട്ട് നമ്മളെ ദൈവം ശോധന ചെയ്ത് ദൈവം നമ്മളെ അകൃത്യമില്ലാത്തവരായി ദൈവം നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ മുതുകത്ത് വലിയൊരു ഭാരം വച്ചിരിക്കുന്നു. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞങ്ങളുടെ മുതുകത്ത് വലിയൊരു ഭാരം വച്ചിരിക്കുന്നു. എന്താണ് ആ ഭാരം? നമ്മുടെ പാപങ്ങൾ തന്നെയാണ്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കാതിരിക്കാൻ നമ്മുടെ പാപങ്ങളാണ് ഏറ്റവും തടസ്സമായിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മുടെ മുതുകത്തൊരു ഭാരം വെച്ചുകൊണ്ട് നമുക്ക് നിവരാൻ കഴിയുമോ സഹോദരങ്ങളെ? ഒരിക്കലും സാധിക്കുകയില്ല. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഭാരങ്ങളും പ്രയാസങ്ങളും മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. ഈ ഭാരങ്ങളൊന്നും വച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കാൻ സമയത്ത് നമ്മുടെ ഭാരങ്ങളും എല്ലാം ദൂരെ കളഞ്ഞേക്കണം. പലപ്പോഴും നമ്മുടെ പാപങ്ങളാണ് ദൈവത്തിൽ നിന്നുള്ള നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കാത്തതിൻ്റെ കാരണം. അതിനുവേണ്ടി ഒരു വാക്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 40-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, മേൽപോട്ട് നോക്കാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. മേൽപോട്ട് നോക്കാൻ ഒന്ന് കുനിഞ്ഞിരിക്കും, നമുക്കൊന്ന് മുകളിലേക്ക് നോക്കുവാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ മുതുകത്ത് ഭാരം വച്ചിരിക്കുകയാണ്, പാപങ്ങൾ വച്ചിരിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ നമ്മൾ വിട്ടുകളയുന്നില്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. നമ്മുടെ പാപങ്ങളാണ് നമ്മുടെ നന്മയ്ക്ക് തടസ്സം എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ കാരണം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ സഹോദരങ്ങളെ? നാം ഈ ചില വൃക്ഷങ്ങളിൽ ചില ഇത്തൾ എന്ന് പറയുന്ന ഒരു തരം സസ്യങ്ങളെല്ലാം പിടിച്ചിരിക്കും.
ഈ മരത്തെ വെട്ടിക്കളയുന്നത് വരെയും ഈ ഇത്തള് ഈ മരത്തിൽ നിന്ന് നല്ല അംശമൊക്കെ ഇങ്ങനെ വലിച്ചെടുത്ത് അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും, നല്ല അംശമൊക്കെ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മളിലുള്ള നല്ല അംശത്തെ പിശാച് വലിച്ചെടുത്തുകൊണ്ടിരിക്കും. പലവിധമാവുന്ന പാപങ്ങൾ വഴി, പലവിധമാവുന്ന ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിട്ട് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും പിശാച്. അപ്പോൾ അവിടെ വായിക്കുന്ന, എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു, അവയെ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം എന്നവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ തലയിൽ തലമുടി കുറവാണ്. നല്ല തലമുടിയുള്ള ആളെ തലമുടി നമുക്ക് എണ്ണാൻ സാധിക്കുമോ സഹോദരങ്ങളെ? ഒരിക്കലും എണ്ണാൻ സാധിക്കില്ല. അത്രത്തോളം അകൃത്യങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ ഈ ദൈവം എങ്ങനെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും? എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ നമ്മുടെ ഒന്നാമത് മാറ്റേണ്ടത് നമ്മുടെ ഭാരം, പിന്നെ മാറ്റേണ്ടത് നമ്മുടെ പാപം. ഇത് മാറ്റുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അവിടെ വായിക്കുന്നത് 66-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. എന്താണ് അതിൻ്റെ അർത്ഥം? രണ്ട് വിഭാഗങ്ങൾ ചെന്ന് യുദ്ധം നടക്കുമ്പോൾ, പഴയ കാലഘട്ടങ്ങളിൽ യുദ്ധം നടക്കുമ്പോൾ ആ തോറ്റ വ്യക്തികളെ തറയിൽ കമഴ്ത്തി കിടത്തിയിട്ട് ഒന്നീ കുതിരകൾ അല്ലെങ്കിൽ പട്ടാളക്കാർ അവിടെ ദേഹത്ത് കയറി ഇങ്ങനെ ഓടും. അതിനെയാണ് അവിടെ വായിക്കുന്നത്, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. പിന്നെ വായിക്കുന്നത് എന്താ? ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എത്രമാത്രം പ്രതികൂലത്തിൽ കൂടിയാണ് നാം ഓരോരുത്തരും ഇപ്പോൾ ജീവനോടിരിക്കുന്നത്. എത്രമാത്രം പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, എത്രമാത്രം പ്രതികൂലങ്ങൾ. അതിനെല്ലാം ദൈവമല്ലേ ദൈവ സഹോദരങ്ങളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നില്ലേ? അവിടെ ആദ്യം വായിച്ച പോലെ വെള്ളി ഊതി കഴിക്കുന്നത് പോലെ ദൈവം നമ്മളെ ഊതി കഴിച്ചിരിക്കുന്നു. പ്രയാസമൊക്കെ ജീവിതത്തിലുണ്ടാവും, പ്രതികൂലങ്ങൾ ജീവിതത്തിലുണ്ടാവും. തീയിൽ കൂടി കടക്കേണ്ടി വരും, അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വരും. തീയിലും വെള്ളത്തിലും കൂടി കടക്കുന്ന അതേ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ കുറവശങ്ങൾ, നമ്മുടെ പാപങ്ങളാണ് നമ്മുടെ നന്മയ്ക്ക് തടസ്സം. അതിന് ഒരു വാക്യം കൂടെ ഞാൻ ഉദാഹരണം വായിക്കുകയാണ്. 38-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ സ്വസ്ഥതയില്ലാത്തത്? നമുക്ക് നല്ല ഉറക്കം കിട്ടാത്തതിൻ്റെ കാരണം എന്താ? സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല, എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു. ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അതിഘനമായിരിക്കും. ആദ്യം പറഞ്ഞ പോലെ ഒരു വലിയൊരു ചുമട് നമ്മുടെ തലയിൽ എടുത്തു വെച്ചാൽ നമ്മൾ എങ്ങനെയിരിക്കും? അതുപോലെയാണ് നമ്മുടെ ജീവിതം. പ്രാർത്ഥിക്കാൻ നേരത്ത് സങ്കടം, വിഷമം, ദുഃഖം, പ്രയാസം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചുമട് പോലെ ഇരിക്കുകയാണ്. എങ്ങനെ മുന്നേറാൻ സാധിക്കും? എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കും സഹോദരങ്ങളെ? ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. 38-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു, ഞാൻ ഇടപെടാതെ ദുഃഖിച്ചു നടക്കുന്നു. ഈ ഭാരമുള്ള ചുമട് പോലെ ചില ജീവിതത്തിൽ ചില ഭാരങ്ങളും പ്രയാസങ്ങളും പാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ദൈവത്തെ മുഖത്തേക്ക് നോക്കാൻ കഴിയും? എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കും? ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആദ്യം വായിച്ച വചനം ഇങ്ങനെ വായിക്കുകയാണ്. 66-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യത്തിൽ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കും സഹോദരങ്ങളെ, ജീവിതത്തിൽ അകൃത്യങ്ങളും പാവങ്ങളും ഭാരങ്ങളും ഒക്കെയും നമ്മൾ മാറ്റിക്കളഞ്ഞുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള മക്കളെ ജീവിപ്പാൻ തക്കവണ്ണം നമ്മളെ ഒരുക്കി കൊടുക്കുക. നമ്മൾ പലപ്പോഴും തീയിലും വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വരും. തീയിൽ കിടക്കുന്ന അവസ്ഥ ജീവിതത്തിലുണ്ടാവും, പ്രതികൂലങ്ങളുണ്ടാവും, പ്രതിസന്ധി ഉണ്ടാകും. എങ്കിലും നല്ലൊരു ഉരുപ്പടിയായി തീരുവാൻ പലവിധമാവുന്ന ശോധനകൾ, പലവിധമാവുന്ന പ്രയാസങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെയും നമ്മൾ അങ്ങനെ അനുഭവിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ കഷ്ടം അനുഭവിക്കുന്നത്? കഷ്ടത എന്തിനു വേണ്ടിയാണ് അനുഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലെ അകൃത്യങ്ങൾ മാറുവാൻ വേണ്ടി, ദൈവം നമ്മളെ നല്ലൊരു ഉരുപ്പടിയാക്കി തീർക്കാൻ വേണ്ടിയാണ്, നാം നല്ല വ്യക്തികളായി തീരാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് അകൃത്യമില്ലാതെ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥനയായി, ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായി ജീവിപ്പാൻ ദൈവം നിങ്ങളെയും ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.